ജനാബ് അബ്ദുൽ കരീം സാഹിബ്, ബഹുമാന്യരായ നേതാക്കളെ, സ്ഥാപന അധികാരികളെ, അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി നമ്മിൽ നിന്നുള്ളൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സംഗമം നമ്മുടെ നന്മയുടെ തട്ടിൽ ഖനം തൂങ്ങുന്ന, നാളെ പരലോകത്ത് പ്രതിഫലാർഹമായി തീരുന്ന ഒരു കർമ്മമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതുകൊണ്ട് നമ്മൾ എന്തെല്ലാം നന്മകളാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ നന്മകളൊക്കെയും പൂർത്തീകരിക്കുവാൻ, നേടിയെടുക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ. വളരെ ചെറിയ സമയം, ഏതാനും മിനിറ്റുകൾ, ചെറിയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ അർത്ഥതലങ്ങളുള്ള നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ചെറിയ വാക്കുകളിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. അത് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, പിഞ്ചു മക്കളുടെ ഖുർആൻ പഠനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സനദ്ദാനത്തിലാണ് നമ്മളുണ്ടായത്. ഇവിടെ ഇങ്ങനെ മാലാഖമാർ, മലക്കുകളെക്കാളും ദറജ കൂടിയവർ നമ്മുടെ സ്റ്റേജിൽ ഇങ്ങനെ നിരന്നിരുന്നപ്പോൾ അത് കണ്ണിന് വല്ലാത്ത കുളിർമയേകുന്ന കാഴ്ചയാണ്. മനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്തു. ഇവിടെ പറഞ്ഞു ഐറമോളാണ്, ഇവിടെ ഐറ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഖുർആനിലെ സൂറത്തുൻ നബ ഭംഗിയായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. തജ്വീദ് നിയമങ്ങളൊക്കെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും ഈണത്തിലും താളത്തിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. ഒരു കുട്ടി മാത്രമായിരിക്കില്ല, ഒരു കുട്ടിക്ക് നമുക്കൊരവസരം കൊടുക്കാൻ പറ്റും, ഒരു കുട്ടിക്ക് അത് ചെയ്യാം. ആ കുട്ടികളൊക്കെയും അതിന് പറ്റുന്നവരായിരിക്കും. ഇത് 5ാമത്തെ ബാച്ചാണെന്ന് പറഞ്ഞു. 5ഓ 6ഓ ബാച്ചുകൾ കടന്നുപോയി. ഓരോ ബാച്ചിലും ഇതുപോലുള്ള കുട്ടികളെ നമ്മൾ വാർത്തെടുത്ത് പഠിപ്പിച്ച് ഒരുക്കി തയ്യാറാക്കി സമൂഹത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അവരെ അനുമോദിക്കുന്നതിൽ പങ്കുവഹിക്കാൻ സാധിക്കുന്നു എന്നത് നമുക്ക് ജീവിതത്തിൻ്റെ പല തിരക്കുകൾക്കിടയിലും കിട്ടുന്ന, അല്ലെങ്കിൽ ബഹളങ്ങൾക്കിടയിൽ കിട്ടുന്ന ഏറ്റവും സുന്ദരമായ ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്. രണ്ടാമത്തെ എൻ്റെ സന്തോഷം, ഞാൻ ഈ ഇർഷാദിൻ്റെ കോമ്പൗണ്ടിൽ വന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ്. മേലാറ്റൂരിലെ ഇർഷാദും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതെൻ്റെ മരണം വരെയും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന, എൻ്റെ കൂടപ്പിറപ്പുകളായ, അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെക്കാൾ പരസ്പരം ഞങ്ങൾ സ്നേഹിക്കുന്ന സഹോദരന്മാരുള്ള നാടാണ്. വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് സ്ഥാപനങ്ങളും സംരംഭങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതിനുവേണ്ടി അധ്വാനിക്കുന്ന, പരിശ്രമിക്കുന്ന സഹപ്രവർത്തകരുള്ള നാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അധ്വാന പരിശ്രമങ്ങളൊക്കെയും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ദുനിയാവിൽ അതിന് നല്ല പ്രതികരണങ്ങൾ കണ്ട് കൺകുളിർക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പഠനം സനദ് വാങ്ങിയ കുട്ടികൾ തുടർന്നും അവരവരുടെ ജീവിതത്തിൽ ഖുർആൻ പഠിക്കുകയും ഖുർആനിൻ്റെ ആളുകളായി, അങ്ങനെ അള്ളാഹുവിൻ്റെ ആളുകളായിട്ട് അവർ മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ഒരു മനോഹരമായ ഹദീസ് ഇങ്ങനെയാണ്: ഇന്ന ലില്ലാഹി അഹ്ലീന ഫിന്നാസ് മിനന്നാസ്. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ കുടുംബക്കാരുണ്ട്. സഹാബികൾ ചോദിച്ചു, ഖാലു വമൻഹും യാ റസൂലല്ലാഹ്, നബി ആരാണ് അള്ളാഹിൻ്റെ കുടുംബക്കാർ? എങ്ങനെ ഞങ്ങൾ കേട്ടിട്ടില്ല ഇതുവരെ.
അള്ളാഹുവിന്റെ കുടുംബക്കാരെന്ന് അങ്ങ് ആരെക്കുറിച്ചാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുല്ലാഹി വഖാസത്തുഹു. അവരാരാണെന്നറിയോ? അവർ ഖുർആന്റെ അഹ്ലുകാരാണ്. ഖുർആനിനെ നെഞ്ചേറ്റിയവർ, ഖുർആനിനെ സ്നേഹിക്കുന്നവർ, ഖുർആനെ മുറുകെ പിടിക്കുന്നവർ, ഖുർആൻ പഠിക്കുന്നവർ, അത് പാരായണം ചെയ്യുന്നവർ, അത് മനഃപ്പാഠമാക്കുന്നവർ, അതിൽ ചിന്തിക്കുന്നവർ, അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവർ. വൽ-അമലു ബിത്തൻസീൽ എന്ന തഖ്വയുടെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, തഖ്വയുടെ വ്യാഖ്യാനങ്ങൾ നാല് കാര്യങ്ങൾ തഖ്വയാണെന്ന് പറഞ്ഞില്ലേ? അൽ ഖൗഫു മിനൽ ജലീൽ, ഒന്ന് പടച്ചവനെ കുറിച്ചുള്ള പേടിയാണ് തഖ്വ. വൽ അമലു ബിത്തൻസീൽ, തൻസീൽ ഇവിടത്തെ നമ്മുടെ പരിപാടിയുടെയോ ഈ സംരംഭത്തിന്റെയോ പേരായിട്ട് ഇവിടെ പരിചയപ്പെടുത്തിയില്ലേ? വൽ അമലു ബിത്തൻസീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഖുർആനില്ലേ, ആ ഖുർആൻ കൊണ്ട് അമല് ചെയ്യുകയും അത് പ്രാവർത്തികമാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നത് അത് തഖ്വയാണെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹും അഹ്ലുല്ലാഹി വഖാസത്തു, ഖുർആനിന്റെ അഹ്ലുകാര് അവർ അള്ളാഹുവിന്റെ കുടുംബമാണെന്നല്ല, പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, വഖാസത്തുഹു, അള്ളാഹുവിന്റെ പ്രത്യേകം ആൾക്കാരാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരും അടുപ്പക്കാരും അള്ളാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുത്തവരും ആദരിച്ചവരുമാണ് ഖുർആനിന്റെ ആളുകളെന്നും അവർ അള്ളാഹുവിന്റെ കുടുംബമാകുന്നുവെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. ഈ കുഞ്ഞുമക്കളും അവരുടെ കുടുംബവും താജ്, കിരീടം, ഖുർആനാകുന്ന കിരീടമാണ് അവരുടെ തലയിൽ. ആ കിരീടം അവർക്ക് വെച്ചു കൊടുത്തത് അവരുടെ മാതാപിതാക്കളാണ് ഒന്നാമതായി. പിന്നെ അത് അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഈ സ്ഥാപന അധികാരികളാണ്, അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്നവർ, പിന്നെ കഠിനമായി പ്രയത്നിച്ച അവരുടെ അധ്യാപകരുമാണ്. ഇവരൊക്കെയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്ലുല്ലാഹി വഖാസത്തുഹു, അള്ളാഹുവിന്റെ അഹ്ലുകാരെന്നും അവന്റെ കുടുംബക്കാരെന്നും അവന്റെ പ്രിയപ്പെട്ടവരെന്നും വിശേഷിപ്പിച്ചവരുടെ ഗണത്തിൽ എന്തായാലും പെടാതിരിക്കില്ല, നമുക്കൊരു സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആ അള്ളാഹുവിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ ഖുർആനിനെ സ്നേഹിക്കുകയും പ്രണയിക്കുകയും പഠിപ്പിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളുകളെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. മറ്റൊരു ഹദീസ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ, ഉത്തമൻ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. പഠിക്കുന്ന മക്കൾ, അത് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന നമ്മുടെ പ്രവർത്തകരും സഹപ്രവർത്തകരും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. ഞാനത് ആ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നു പോകുകയല്ല. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ഖുർആനിന്റെ പഠനം ഇന്നവര് വെറുതെ കേട്ട് ഓതി അത് പഠിച്ച് അവരുടെ മനസ്സിൽ അതിങ്ങനെ നിൽക്കുക. ഒരുപക്ഷെ അതിന്റെ ആശയത്തിലേക്കും അതിന്റെ ആശയ തലങ്ങളിലേക്കും ആശയ പ്രപഞ്ചങ്ങളിലേക്കും ഒന്നും കടഞ്ഞു തല്ലാൻ ആ കുഞ്ഞു മനസ്സുകൾക്ക് പാകമായിട്ടില്ല. എന്നാൽ നാളെ മറ്റന്നാൾ പിറ്റന്നാൾ ഒരു നാൾ അവരുടെ മനസ്സിൽ അവർ ഹൃദിസ്ഥമാക്കി വെച്ച് കോറി വെച്ചിരിക്കുന്ന, വരച്ചിട്ടിരിക്കുന്ന, കൊത്തിവെച്ചിരിക്കുന്ന ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ, അതിന്റെ ആശയങ്ങളിലൂടെ, അതിന്റെ സന്ദേശത്തിലൂടെ അവരൊരിക്കൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും ഉത്തമരായ മനുഷ്യരായിട്ട്, ഈ ഭൂമിയിൽ ഏറ്റവും ഉന്നതരായ മനുഷ്യരായിട്ട്, ഈ ഭൂമിയിൽ ഏറ്റവും മഹാന്മാരായ മനുഷ്യരായിട്ട്, ഈ ഭൂമിയിൽ ഏറ്റവും മാന്യരായ മനുഷ്യരായിട്ട് അവർ മാറും. അവർ ധർമ്മബോധമുള്ളവരാകും, അവർ നീതിബോധമുള്ളവരാകും, അവർ പരലോകബോധമുള്ളവരാകും, അവർ പടച്ചവനെ കുറിച്ച് ചിന്തിക്കുകയും അവനെ പേടിക്കുകയും ചെയ്യുന്നവരാകും. കുട്ടി ഓതിയില്ലേ, ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ വകവാഇബ അത്റാബ വകഅസൻ ദിഹാഖ. ഇന്നലിൽ മുത്തഖീന മഫാസ, അല്ലാഹുവിനെ സൂക്ഷിച്ചും പേടിച്ചും ജീവിക്കുന്ന തഖ്വയുള്ള മനുഷ്യർക്കില്ലേ ഉന്നതമായ വിജയങ്ങൾ അവരെ കാത്തിരിക്കുന്നു.
ഇത് നാളെ ആ കുട്ടി മനസ്സിലാക്കും, ഈ കുട്ടികൾ മനസ്സിലാക്കും. എന്നിട്ട് അതനുസരിച്ച് അവർ ജീവിക്കും, അവർ പ്രവർത്തിക്കും. അപ്പോൾ അവർ ഈ ഭൂമിയിൽ ഏറ്റവും മാന്യരായ മനുഷ്യരായിട്ട് അവർ ജീവിക്കും. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു സ്ഥാപനം നടത്തുമ്പോൾ, ഹെവൻസ് നടത്തുമ്പോൾ, വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുമ്പോൾ, ഇർഷാദ് നടത്തുമ്പോൾ, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വളരെ ഞെരുങ്ങി പ്രയാസപ്പെട്ട് പിരിച്ചും പിരിപ്പിച്ചും സംഭാവന കൊടുത്തും കൊടുപ്പിച്ചും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഭൗതികമായ ഒരു താല്പര്യമില്ല. നമുക്കൊരു നല്ല തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാലും അതാണ്. എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? കുറേ ഔപചാരിക വിദ്യാഭ്യാസമുള്ള, കുറേ ഡിഗ്രിയുള്ള, കുറേ സ്ഥാനങ്ങളുള്ള, കുറേ സർട്ടിഫിക്കറ്റുകളുള്ള കുറേ ആളുകളെ സൃഷ്ടിച്ചു വിടുക എന്നതല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. വെറും മനുഷ്യനായിട്ട് കാര്യമില്ല. അതോ മനുഷ്യന്മാരൊക്കെ മനുഷ്യന്മാരാ, രണ്ട് കാലിൽ നടക്കുന്ന ഒക്കെ മനുഷ്യനാ, നമ്മളൊക്കെ മനുഷ്യരാ. നമ്മളെ കൂട്ടത്തിലുള്ള ഈ കള്ള് കച്ചവടക്കാരും, കഞ്ചാവ് കച്ചവടക്കാരും, മയക്കുമരുന്ന് കച്ചവടക്കാരും, തട്ടിപ്പുകാരും, വെട്ടിപ്പുകാരും, കള്ളന്മാരും, കൊള്ളക്കാരും, കുറ്റവാളികളും, കൊലയാളികളും, ക്രൂരന്മാരും, അമ്മയെ വെട്ടിക്കൊന്നവനും, പെങ്ങളെ ബലാത്സംഗം ചെയ്യുന്നവനും, അയൽവക്കക്കാരെ കുത്തി കൊലപ്പെടുത്തിയവനും, ബാങ്ക് കൊള്ളയടിച്ചവനും, അയൽവാസിയെ കൊന്നു കൊള്ളയടിച്ചവനും, വഴിയിലൂടെ നടന്നു പോകുന്ന സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചോടിയവനും, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാവുന്ന എന്തൊക്കെ വൃത്തികേടുകളുണ്ട് ആ വൃത്തികേടുകളൊക്കെ ചെയ്യുന്നതൊക്കെ മനുഷ്യരാ. ഈ മനുഷ്യര് വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുക എന്നതല്ല, ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. നല്ല മനുഷ്യനെ സൃഷ്ടിക്കണം, കള്ളന്മാരും കൊള്ളക്കാരും അല്ല. ഇപ്പൊ പഠിച്ച കള്ളന്മാർ കുറെ ഉണ്ട്. പഠിച്ച കള്ളൻ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് എന്തിനാണെന്നറിയോ? പഠിച്ച കള്ളന്മാരെന്ന് പറയുന്നത് കക്കാനും കളവും ഒതുക്കാനും പഠിച്ചവരെന്നോ പണ്ടൊക്കെ പറഞ്ഞു. ഇപ്പൊ അതിന് വേറെ വകഭേദമുണ്ട്. എന്താണെന്നറിയോ? പഠിച്ച കള്ളൻ എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ള കള്ളന്മാരാ, PG ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിനപ്പുറത്തും. എന്നിട്ട് അവർ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? അവർ ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞ മാഫിയ പ്രവർത്തനങ്ങളാ. അവർ പാതിവില തട്ടിപ്പ് കേട്ടിട്ടില്ലേ? പാതിവില തട്ടിപ്പ്. ആരൊക്കെയാ അതിലെ പ്രതികൾ? ഇവിടെ നടക്കുന്ന ഭീമൻ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും ചൂഷണങ്ങളും വൃത്തികേടുകളും മുഴുവനും ആരാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ സ്കൂളിൽ പോവാത്തവനും പഠിച്ചിട്ടില്ലാത്തവനൊന്നല്ല, നല്ല ഒന്നാം തരം വിവരം ഉണ്ടായിരുന്ന, വിദ്യാഭ്യാസമുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല കഴിവും യോഗ്യതയും ഒക്കെയുള്ള ആളുകൾ, നല്ല പഠിച്ചു ബിരുദവും സർട്ടിഫിക്കറ്റും ഒക്കെ ഉള്ള അവരാ ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരുമായിട്ട് നടക്കുന്നത്. അപ്പൊ ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്താ കാര്യം കിട്ടിയത്? ഇവരുടെ ബിരുദം കൊണ്ടും ബിരുദാനന്തര ബിരുദം കൊണ്ടും ഇവരുടെ PhD കൊണ്ടും എന്ത് കിട്ടി സമൂഹത്തിന്? അല്ലെങ്കിൽ അവർക്ക് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇങ്ങനെയുള്ള വെറും മനുഷ്യന്മാരല്ല. ഒരു ഡോക്ടറെ അല്ല ഉണ്ടാക്കേണ്ടത്. വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഡോക്ടർ അല്ല ഉണ്ടാവേണ്ടത്, ഒരു നല്ല ഡോക്ടറാ ഉണ്ടാവേണ്ടത്. ഒരു ഡോക്ടർ വെറും ഒരു ഡോക്ടറായ എന്താണെന്നറിയോ? പാവപ്പെട്ട രോഗിയെ കൊല്ലും, അവന്റെ കഴുത്തറുക്കും. ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ അവനൊരു പാവപ്പെട്ടവനാണെങ്കിൽ അവനെ ചികിത്സിക്കൂല, അവന്റെ കയ്യിൽ കൈക്കൂലി കിട്ടൂല. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത്ര പൈസ നാളെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യൂല എന്ന് പറയും. ഇനി സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സ്വകാര്യ ആശുപത്രി നടത്തുന്ന മുതലാളിമാർക്ക് വേണ്ടി ഈ പാവപ്പെട്ട രോഗികളെ, മനുഷ്യരെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചൂഷണം ചെയ്ത് അവരുടെ ബില്ല് പെരുപ്പിച്ച് 1000 കൊണ്ട് തീർക്കാവുന്നത് 10,000 കൊണ്ടും 10,000 കൊണ്ട് തീർക്കാവുന്നത് ലക്ഷം വരുത്തിയിട്ട് ചൂഷണം ചെയ്തിട്ട് മുതലാളിക്ക് കാശുണ്ടാക്കി കൊടുത്തിട്ട് അതിന്റെ പങ്ക് പറ്റും ഈ ഡോക്ടർ. മരിച്ചു കഴിഞ്ഞാലും വെന്റിലേറ്ററിൽ കൊണ്ടുപോയിട്ട് വെക്കും 3 ദിവസം, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ. കാരണം എന്താ? ഇത് ഡോക്ടറാ, ഇങ്ങനത്തെ ഡോക്ടറല്ല. ഈ ഡോക്ടറല്ല, നമ്മൾ നല്ലൊരു ഡോക്ടറാ വേണ്ടത്. ഒരു നല്ല മനുഷ്യനാണ് വേണ്ടത്. ഒരു നല്ല എഞ്ചിനീയറാ വേണ്ടത്. വെറും എഞ്ചിനീയർ ആയാലും എന്താണെന്നറിയോ? സിമെന്റിന് പകരം പാറപ്പൊടി ചേർത്തിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തിയതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അതിന്റെ കമ്മീഷൻ വാങ്ങും. ആ പാലം പൊളിഞ്ഞു വീഴും, ആ സ്കൂൾ കെട്ടിടം കുട്ടികളുടെ തലയിൽ അടർന്നു വീഴും, പൊളിഞ്ഞു വീഴും. ഒരു നല്ല വക്കീൽ വേണം, വെറും വക്കീലല്ല. നല്ല വക്കീലല്ലെങ്കിൽ എന്താ പറയുക? സകലമായ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുപിടിച്ചിട്ട് അതിന്റെ കമ്മീഷൻ പറ്റും. പച്ചക്ക് മനുഷ്യനെ വെട്ടിക്കൊന്നവനെ വാദിച്ച് തന്റെ കഴിവും യോഗ്യതയും നാവ് ഉപയോഗപ്പെടുത്തി വാദിച്ചിട്ട് ഊരിക്കൊണ്ടുവരും. ആളൂരാന്ന് കേട്ടിട്ടില്ലേ? ആളുകളെ ഊരിക്കൊണ്ടുവരുന്ന കൊടും കുറ്റവാളികളെ, ക്രിമിനലുകളെ, കൊലപാതകികളെ അതിസമർത്ഥമായി കോടതിയിൽ നിന്ന് ഊരിക്കൊണ്ടുവരും വക്കീൽ. ഇത് നല്ല വക്കീൽ ചെയ്യൂല, വെറും വക്കീലായിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും മനുഷ്യനല്ല, നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ, ഒരു നല്ല ഡോക്ടറെ സൃഷ്ടിക്കാൻ, ഒരു നല്ല എഞ്ചിനീയറെ സൃഷ്ടിക്കാൻ, ഒരു നല്ല ഉദ്യോഗസ്ഥനെ സൃഷ്ടിക്കാൻ, ഒരു നല്ല രാഷ്ട്രീയക്കാരനെ സൃഷ്ടിക്കാൻ, ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനെ സൃഷ്ടിക്കാൻ ഉതകുന്നതല്ല വിദ്യാഭ്യാസമെങ്കിൽ കേവലം
അക്ഷരങ്ങളുടെ പഠനങ്ങൾ കൊണ്ട് ഉത്തരങ്ങൾ എഴുതി, ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിച്ച് ഉത്തരം എഴുതി, PGയും അതിനപ്പുറത്തും നേടിയിട്ട് സമൂഹത്തിലേക്ക് അവർ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. മനുഷ്യരായിരിക്കില്ല, അവർ മൃഗതുല്യരായിട്ട് ജീവിക്കുകയും സമൂഹത്തിന്റെ മൊത്തം സ്വസ്ഥത അവർ നശിപ്പിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത്, അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക, ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിലുള്ള ട്രെൻഡ് എന്താണെന്നറിയോ? അല്ലെങ്കിൽ സമൂഹം ശ്രദ്ധിച്ചുകൊണ്ട് സമൂഹത്തിലെ വലിയൊരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? മനുഷ്യനെ മൃഗമാക്കാനാ. മനുഷ്യനായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സഹിക്കുന്നില്ല. മനുഷ്യൻ ജീവിക്കുന്നത് സഹിക്കാത്ത കുറെ ആളുകൾ ഇപ്പൊ സമൂഹത്തിലുണ്ട്. അവർക്ക് വലിയ ശക്തിയുണ്ട്, അവർക്ക് സോഷ്യൽ മീഡിയയിൽ പവറുണ്ട്, അവര് വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ക്യാമ്പയിനിന്റെ ഫലമായിട്ട് നമ്മുടെ വളരുന്ന തലമുറ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാകട്ടെ, അതിന് വിധേയപ്പെടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കുട്ടികൾ നമുക്ക് പോലും മനസ്സിലാകാത്ത രൂപത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ തലമുറ അവരാ പറയുന്നത് കല്യാണം വേണ്ടാന്ന്, അവരാ പറയുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട പണിയാന്ന്, അവരാണ് പറയുന്നത് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടിയാണെന്ന്, അവരാണ് പറയുന്നത് വൈകുന്നേരം രാത്രി വീട്ടിൽ കിടക്കാൻ പാടില്ല എന്ന്, കറങ്ങി നടക്കണത്രേ. ഞാനിന്ന് ഒരു ആഴ്ച മുമ്പ് എറണാകുളത്ത് നിന്ന് ഒരു രാത്രിയിൽ കുറച്ച് വൈകിട്ട് ഇങ്ങനെ പോരാ. അപ്പൊ വഴിനീള പലയിടത്തും ചെറുപ്പക്കാരുടെ ഒക്കെ കൂട്ടങ്ങൾ, 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും, 1 മണി 2 മണിക്കടുത്ത സമയം. ചെറുപ്പക്കാർ, ചായക്കടകൾ, ചെറുപ്പക്കാരിങ്ങനെ കൂടി വട്ടം കുടുങ്ങി ബഹളവും. അപ്പൊ ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചത്, എന്താ ഈ മനുഷ്യന്മാർക്കൊന്നും ഉറങ്ങണ്ടേ? ഇത് രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഇങ്ങനെ? അതിപ്പോ എന്നോട് പറയാം, അത് നൈറ്റ് വൈബാണ്. ഇപ്പൊ നൈറ്റ് വൈബ് അങ്ങനെ അത്രേ. ഇന്ന് ഞാൻ കോഴിക്കോട് ബീച്ചിൽ അടുത്ത് താമസിക്കുന്ന ഒരാളുമായിട്ട് കുറച്ച് മുമ്പ് ഞാൻ സംസാരിക്കായിരുന്നു. ഞാൻ വേറൊരു പ്രോഗ്രാമിൽ അവിടുന്ന് വന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ കോഴിക്കോട്ട് കടപ്പുറത്തേക്കൊന്നും കുടുംബത്തോടൊപ്പം വരാൻ പാടില്ല. അദ്ദേഹം അവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരനും പ്രമുഖനാണ്. കോഴിക്കോട് ബീച്ചിന് തൊട്ടടുത്ത അയാളുടെ താമസം. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ഫാമിലി ആയിട്ട് നമ്മുടെ കടപ്പുറത്തേക്ക് വരാൻ പറ്റൂല, പ്രത്യേകിച്ചും രാത്രി. നേരം പുലരുന്നത് വരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ കണ്ട് ഞങ്ങളിപ്പോ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു എന്ന് ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ആ സുഹൃത്ത് ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചപ്പോൾ പറയാം. അപ്പൊ എന്താ പറയുക, കടപ്പുറത്ത് പിന്നെ നൈറ്റ് വൈബാ. രാത്രി ഉറങ്ങാതെ കുറെ ആണും പെണ്ണും കറങ്ങി നടക്കുക, വൃത്തികേടുകൾ കാണിക്കുക. നമ്മുടെ കുട്ടികൾ, നമ്മൾ വല്ലതും പറഞ്ഞാൽ അവരെ നമ്മുടെ മുഖത്തേക്ക് തുറച്ചു നോക്കുക, എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഒരു സുഹൃത്ത്, ബസ്സിൽ ജോലി ചെയ്യുന്ന ഒരു കണ്ടക്ടർ, എൻ്റെ ഒരു സുഹൃത്ത്, കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളിങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ബസ്സിൽ ഇപ്പൊ നമ്മുടെ കുട്ടികൾ കയറിയിട്ട്, മുതിർന്ന കുട്ടികൾ 10ാം ക്ലാസ്സും 11ഉം 12ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ, ആണും പെണ്ണും ഒക്കെ കയറിക്കഴിഞ്ഞാൽ, എൻ്റെ സക്കീർ സാഹിബ് എന്താണ് സ്ഥിതി? നമ്മൾ തളർന്നു പോകും. അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും വൃത്തികേടുകളും. അദ്ദേഹം പറയാണ്, വലിയൊരു ആൺകുട്ടിയുടെ മടിയിൽ ഒരു വലിയ പെൺകുട്ടി പോയിട്ട് ഇരുന്നു, മടിയിലിരുന്നിട്ട് യാത്ര ചെയ്യുക. അപ്പൊ ഇയാൾ ചോദിച്ചു പോലും, മക്കളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ കുട്ടി ചോദിക്കാത്രേ, ഈ കാക്ക നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന്, ഏത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന്. ഒരു മുതിർന്ന ഒരു കൗമാരക്കാരനായ ഒരു പ്രായപൂർത്തിയായ ഒരുത്തന്റെ മടിയിലിരുന്ന ഒരു പെൺകുട്ടി, അന്യ പെൺകുട്ടി ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ, മക്കളെ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏത് കാലത്താണ് കാക്ക ജീവിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കുന്ന മക്കൾ. അപ്പൊ മറ്റൊരാൾ പറഞ്ഞു, സാഹിബ് കൂടുതൽ വർത്താനം വരേണ്ട, കാരണം പോക്സോ കേസ് വരുന്നു, കുട്ടികളോട് ഇപ്പം മിണ്ടാൻ പറ്റില്ല. നോക്കൂ, എന്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ തലമുറ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം? ഇതിങ്ങനെ വളർത്തിക്കൊണ്ട്, ഇതാണ് സ്വാതന്ത്ര്യം, ഇതാണ് ലിബർട്ടി, ഇതാണ് ലിബറലിസം, നിയോ ലിബറലിസ്റ്റ് ചിന്താഗതി. ഈ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇതാ. മാതാപിതാക്കൾ കല്ലുവല്ലി വിട്ടേക്ക്, ഉപേക്ഷിച്ചേക്ക്. ചോദിക്കാനും പറയാനും ആളുണ്ടാവാൻ പാടില്ല. അരുതെന്ന വാക്ക് നിഘണ്ടുവിലില്ല. പാടില്ലെന്ന് പറയുന്ന ഒരു വാക്ക് അവർ കേട്ടിട്ടില്ല, കേൾക്കാൻ പാടില്ല. മൈ ബോഡി മൈ റൈറ്റ്, മൈ ചോയ്സ്, എന്റെ ഇഷ്ടം, എന്റെ ശരീരം, എന്റെ ഇഷ്ടം, ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യുന്നു. നീ ആരാ ചോദിക്കാൻ? നിങ്ങൾ ആരാ ചോദിക്കാൻ? മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിട്ട് മക്കൾ ചോദിക്കാം. ഹവ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സ്വന്തം ഇച്ഛകളെ ദൈവമാക്കിയവനെ കണ്ടിട്ടുണ്ടോന്ന്. ഇച്ഛ എന്ന് പറഞ്ഞ ചോയ്സ്, എന്റെ ചോയ്സ് അനുസരിച്ച്, എന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ജീവിക്കും. ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ജാതി ആളുകൾ ഉണ്ടാവുന്ന. ആ ഹവയാണ് ഈ ചോയ്സ്. മൈ ബോഡി മൈ റൈറ്റ്, മൈ ബോഡി മൈ ചോയ്സ്. എന്റെ ബോഡി, എന്റെ ശരീരം, എന്റെ ഇഷ്ടം, ഞാൻ തോന്നിയതുപോലെ ജീവിക്കും. ഇത് ഒരാൾ പറയുന്നതാണോ?
രണ്ടാൾ പറയുന്നതാണല്ലോ. അല്ല, ഇങ്ങനെ ഒരു സമൂഹത്തെ ഒരു തലമുറയെ, അല്ലെങ്കിൽ വരും തലമുറ, ന്യൂ ജെൻ എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്തമാരാ, നമ്മൾ തന്ത വൈബാത്രേ. നമ്മളൊക്കെ വയസ്സന്മാരാ, വയസ്സമുക്ക അങ്കിൾമാരാ. നമ്മൾ ഈ കുട്ടികളോട് സംസാരിക്കാൻ പോലും നമുക്ക് പറ്റാത്ത സാഹചര്യമാണ്. ഒരു തലമുറ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരിക, അതിന് പ്രോത്സാഹനം കൊടുക്കുക, അതിന് കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ഒക്കെ പ്രത്യേകം ഗ്യാങ്ങുകൾ പ്രവർത്തിക്കുക. അവരെ മദ്യപിക്കുവാൻ, കള്ളുകുടിപ്പിക്കാനും, മയക്കുമരുന്ന് ഉപയോഗിക്കാനും, കഞ്ചാവ് വലിപ്പിക്കാനും, പിന്നെ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കാം. കോളേജിലൊക്കെ കയറി ചെല്ലുമ്പോൾ, പണ്ട് കാലത്തൊക്കെ കലാലയങ്ങളിൽ കോളേജുകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ കണ്ടിരുന്ന ബോർഡൊക്കെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ നല്ല മോട്ടിവേറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ, നല്ല പ്രചോദനാത്മകമായ വാക്കുകളും വാചകങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ സ്വീകരിക്കും അല്ലേ? ഇപ്പൊക്കെ കയറി ചെന്ന എന്താ കാണുന്നറിയോ? ഉടുതുണിയില്ലാതെ സ്ത്രീയും പുരുഷനും കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ചിത്രം വരച്ചു വെച്ചിട്ട് തുറിച്ചു നോക്കണ്ട, നമ്മളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, ഇതാണ് സ്വാതന്ത്ര്യം എന്ന്. ആർക്കാ അറിയാത്തത് എങ്ങനെ ഉണ്ടായെന്ന്? പട്ടികൾ ഇണ ചേർന്ന് നിൽക്കുന്ന ചിത്രം വരച്ചു വെച്ചിട്ട് അതിന്റെ താഴെ വിദ്യാർത്ഥി സംഘടനയുടെ പേര് എഴുതി വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മളൊക്കെ ഉണ്ടായത്, ഇത് തന്നെയാണ് സ്വാതന്ത്ര്യം. പട്ടിയും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം? ഉലൈക കല്ലൻആമി ബൽ ഹും അളൽ. LGBTQ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പുതിയ സങ്കേതങ്ങൾ വന്നിരിക്കുക. LGBTQ കേട്ടിട്ടില്ല? പിന്നെയാണ് മുമ്പോട്ട് കുറെ ഉണ്ട് അക്ഷരങ്ങൾ. അതൊക്കെ ഫാഷനാ, അത് പുരോഗമനപരം, അതിനെ ചോദ്യം ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്താൽ അത് മുന്തിയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണല്ലേ? ലെസ്ബിയൻസ്, പെൺകുട്ടിയെ പ്രേമിച്ചും അവളുടെ കൂടെ ജീവിക്കുക, പെൺകുട്ടിയും ജീവിക്കുക. ഗേസ്, ആൺകുട്ടിയും അല്ലെ ആണും ജീവിക്കുക. ബി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആണിന്റെ കൂടെ ജീവിക്കും, പെണ്ണിന്റെ കൂടെ ജീവിക്കും. ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ട്രാൻസ്ജെൻഡേഴ്സ്, അങ്ങോട്ട് മാറി ഓപ്പറേഷൻ ചെയ്തു, വെട്ടിയും മുറിച്ചും ഫിറ്റ് ചെയ്തും. നോക്കൂ നിങ്ങൾ, എവിടെയാ ഇതൊക്കെ അതിപുരോഗമനപരം. ഇതിനെതിരെയൊക്കെ സംസാരിച്ചു കഴിയുന്നവർ പിന്തിരിപ്പൻ, കാടൻ, പ്രാകൃത, ബാർബറിക് ഈ രൂപത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട് അങ്ങനെ അത് വലിയൊരു ക്യാമ്പയിനായിട്ട് എടുത്ത് തലമുറകളായി നമ്മൾ കാത്തു സൂക്ഷിച്ച മൂല്യങ്ങളെ, പാരമ്പര്യങ്ങളെ, വിശ്വാസങ്ങളെ, ധർമ്മബോധത്തെ ഒക്കെ ചവിട്ടി താഴ്ത്തി പൊളിച്ചു കളയാൻ വേണ്ടി നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു കാലത്താണ്, ഞാൻ നീട്ടി പറയില്ല, അങ്ങനെ ഒരു കാലത്ത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പോലും നമുക്ക് കൈവിട്ടു പോവുകയാണ്. നമ്മൾ ആറ്റുനോറ്റ് കണ്ണിലുണ്ണിയായി വളർത്തിയ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവുക, നമ്മുടെ തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. ഈ പറഞ്ഞ കപാലികരുടെ കയ്യിൽ അവരകപ്പെടുക. ഇങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മുടെ മൂല്യങ്ങളെ മുറുകെ പിടിക്കണം. നമ്മുടെ മക്കളെ നമ്മുടേതായ മൂല്യങ്ങളിൽ, സത്യത്തിൽ, ധർമ്മത്തിൽ, നീതിയിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമികമായ ധാർമ്മികമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ അതീവ ജാഗ്രത കാണിച്ചിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക എന്ന കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഖുർആൻ പഠിക്കുക, ഖുർആനിന്റെ ധാർമ്മിക ചിന്തകൾ പകർന്നു കൊടുക്കുക. വിദ്യാഭ്യാസത്തോടൊപ്പം കേവലമായ അക്ഷരങ്ങളല്ല, ധാർമ്മികമായ ഇസ്ലാമികമായ മൂല്യങ്ങൾ വരെ പഠിപ്പിക്കുക. അതാണ് നമ്മുടെയൊക്കെ സ്ഥാപനത്തിന്റെ പ്രത്യേകത. ഇർഷാദിൽ കുട്ടി പഠിച്ചാൽ എന്താ? അവിടെ വെറും മാത്സും സയൻസും മാത്രമല്ല പഠിക്കുക, അവിടെ ഖുർആനും ഹദീസും ഫിഖ്, ഇസ്ലാമിക മൂല്യങ്ങളും പഠിക്കും, ധർമ്മവും സത്യവും പഠിക്കും, നീതി എന്തെന്ന് പഠിക്കും, സാഹോദര്യം എന്തെന്ന് പഠിക്കും, മാതാപിതാക്കൾ എന്തെന്ന് പഠിക്കും, എന്താ പറയുക, അയൽവാസികൾ ആരാണെന്ന് പഠിക്കും, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്ന് പഠിക്കും. മൂല്യങ്ങളും ധർമ്മവും എന്താ? മൂല്യവും ധർമ്മവും അതിനെതിരെയാണ് ഇവരെ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് പഠിക്കും. അതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത, സ്ഥാപനങ്ങളുടെ പ്രത്യേകത. അവിടെ നിന്ന് ഈ കുഞ്ഞു മക്കളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ ഏറ്റവും പ്രാഥമികമായ ഘട്ടത്തിൽ അവരിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം പകർന്ന് അവരുടെ ഹൃദയത്തിൽ അത് കൊത്തിവെച്ച് ആ ഖുർആനിന്റെ വെളിച്ചത്തിൽ, ആ ഖുർആനിന്റെ ശോഭയിൽ അവർ വളർന്ന് വികസിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നാം. അങ്ങനെ നമ്മൾ മുറുകെ പിടിച്ച്, നമ്മുടെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച്, നമ്മുടെ അടിസ്ഥാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോയാലേ നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. അതിന് നമ്മുടെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ എല്ലാ അർത്ഥത്തിലും സഹായം നൽകി പിന്തുണച്ച് ശക്തിപ്പെടുത്തണം. അതല്ലാതെ നമ്മുടെ മുമ്പിൽ രക്ഷയില്ല. ഈ ഖുർആൻ കൊണ്ട് അധർമ്മത്തിനെതിരെ, അക്രമത്തിനെതിരെ, അനീതിക്കെതിരെ ഈ തോന്നിയാസങ്ങളും വൃത്തികേടുകളും സമൂഹത്തിൽ പ്രസരിപ്പിച്ച് സമൂഹത്തെ മുച്ചൂടും നശിപ്പിക്കാൻ നടക്കുന്ന മൃഗതുല്യരോ അതിനേക്കാൾ അധപ്പതിച്ചവരോ ആയ ആളുകൾക്കെതിരെ വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് പോരാടണം. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഖുർആൻ പറഞ്ഞില്ലേ, ഈ ഖുർആൻ കൊണ്ട് വലിയ പോരാട്ടം നടത്തണം, ആശയപരമായ പോരാട്ടം. എന്നിട്ട് ഈ അധർമ്മത്തിന്റെ, അനീതിയുടെ, വൃത്തികേടുകളുടെ വക്താക്കളെ നമുക്ക് തൂത്തെറിയണം, തകർത്തെറിയണം. നമ്മുടെ സമൂഹത്തിൽ സത്യവും നീതിയും സ്ഥാപിക്കണം. അതിനായിട്ടുള്ള അധ്വാന പരിശ്രമങ്ങളാണ് നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും. റബ്ബ് സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ.
സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് ലോകത്തും ഉപകാരമുള്ള, കണ്ണിന് കുളിർമ നൽകുന്ന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അങ്ങനെയാണല്ലോ പ്രാർത്ഥന. ഖുർആൻ പറഞ്ഞു, പടച്ചവനെ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകണേ. കണ്ണിന് കുളിർമ കണ്ടില്ലേ? കണ്ണിന് കുളിർമ. ഇനി അവർ വളരുമ്പോൾ, ജീവിക്കുമ്പോൾ, അവർ നല്ല മക്കളായി വളരുമ്പോൾ, പടച്ചവനും പടപ്പുകൾക്കും ഇഷ്ടപ്പെട്ടവരായി തീരുമ്പോൾ, ദുനിയാവും ആഖിറവും ഒരുപോലെ ലഭിക്കുന്നവരായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് കുളിരും, നമ്മുടെ കണ്ണ് കുളിരും. അതാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പരമാവധി പ്രവർത്തിക്കുക. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു ജനാബ് സക്കീർ ഹുസൈൻ സാഹിബ്. താങ്കളുടെ വിലപ്പെട്ട മൂല്യവത്തായ വാക്കുകൾക്ക് സർവശക്തനായ നാഥൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ.